ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ക്യൂസീൻസ്. ഇന്ന് നമ്മളൊരു ബണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മെക്സിക്കൻ കോഫി ബണ്ണാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ബണ്ണ് ഉണ്ടാക്കില്ലേ അതേപോലെയൊക്കെ തന്നെ, പക്ഷേ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു പ്രത്യേക ഫ്ലേവർ, കോഫിയുടെ ഫ്ലേവർ കൊടുക്കണ്ടേ, അതിനായിട്ട് നമ്മൾ ഒരു കോഫിയുടെ ബട്ടർ ക്രീം ടോപ്പിംഗ് ചെയ്യാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ് കോഫിയുടെ വരിക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ നമുക്ക് 2½ കപ്പ് മൈദ വേണം. പിന്നെ നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. അത് നമുക്ക് 4 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ഒരു മുട്ട വേണം. പിന്നെ നമുക്ക് ബട്ടറും നമുക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാല് നമുക്ക് 1/2 കപ്പ് പാല് വേണം. പിന്നെ നമുക്ക് ഈസ്റ്റ് 1/3/4 ടീസ്പൂൺ ഈസ്റ്റ്, ചെറിയ ചൂട് പാലില്ലേ അതിൽ നമ്മളൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ ഞാൻ പൊങ്ങാൻ വെച്ചതാണ്. പൊങ്ങിയ ശേഷം ഞാനത് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം പൊങ്ങാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ പാലിൽ നമ്മളിതൊന്ന് ജസ്റ്റ് 2 to 3 ടീസ്പൂണിനൊക്കെ പാല് വേണ്ടി വരും, ചെറിയ ചൂടുപാൽ. അതിനുശേഷം നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാൽ ഞാൻ നേരത്തെ അളവ് പറഞ്ഞിരുന്നു, 1/2 കപ്പാണ് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഞാനിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, 4 ടേബിൾ സ്പൂൺ. പിന്നെ മുട്ട ഒരെണ്ണം പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഇത് നന്നായിട്ട് പതഞ്ഞ് വരുന്ന വരെയാണ് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്ന ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ബട്ടറും മൈദയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്ന ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അൺസോൾട്ടഡ് ആണ് ബട്ടർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അതിൽ തന്നെ ഉണ്ടാവുമല്ലോ ഉപ്പ്, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ നിങ്ങൾ ഇനി ഇതിലേക്ക് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ സോഫ്റ്റൻ ചെയ്ത ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, 4 ടേബിൾ സ്പൂൺ. അതുകൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ ആഡ് ചെയ്ത ശേഷം ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രം നമ്മൾ ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൈദ നമ്മൾ മുഴുവനായിട്ട് ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയല്ല, ആദ്യം ഒരു ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ കുറച്ചായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും അടുത്ത മൈദ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ടൊക്കെ തോന്നും നമ്മൾ കുഴയ്ക്കുമ്പോൾ, കാരണം ഈ പറഞ്ഞ അളവിലായിരിക്കണം എന്നില്ല, കുറച്ചൊക്കെ വ്യത്യാസം വരും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മുട്ടയൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് മുട്ടയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് മുട്ടയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ടൊരു 6 മിനിറ്റ്സോളം നിങ്ങളിതൊന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കിത് വല്ലാണ്ട് വെള്ളം പോലെ തോന്നാനുള്ള ഇത്തിരി ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അല്ലാണ്ട് ഒറ്റയടിക്ക് നിങ്ങൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടണം. നല്ലോണം കുഴച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ വരും. അപ്പോൾ ഇതിൻ്റെ കുഴ അനുസരിച്ചായിരിക്കും കേട്ടോ ബണ്ണിൻ്റെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾ നന്നായിട്ട് കുഴയ്ക്കണം. ഇപ്പം എങ്ങനെ നിങ്ങൾക്ക് ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാൽ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കുറച്ച് ചെറിയ ചൂട് പാൽ വേണം കേട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനത് ആദ്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെറിയ ചൂട് പാൽ വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നേരെ റോൾ ചെയ്തെടുത്തിട്ട് അതിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഈക്വൽ പോർഷനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് റോൾ ചെയ്തിട്ട് ടോട്ടൽ ഒരു 10 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 10 റോൾസായിട്ട് കട്ട് ചെയ്തെടുക്കുക, ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യത്തെ ഞാൻ ബണ്ണിന് വേണ്ടിയുള്ള ഇത് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഞാൻ ബട്ടർ വെക്കണം. അപ്പോൾ ബട്ടറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബട്ടർ നല്ല ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് തണുപ്പോടുകൂടി, ആ ഒരു ഫ്രീസറിൽ നിന്ന് എടുത്ത് തണുപ്പോടുകൂടിയാണ് വെച്ച് കൊടുക്കാൻ. അല്ലാണ്ട് മെൽറ്റഡായ ബട്ടർ എടുത്തിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ നടുക്കായിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ പിന്നെയും ഇത് ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇത് ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ വെക്കാൻ, എന്നാലും നമുക്ക് ആ കറക്റ്റ് കോഫി ബണ്ണിൻ്റെ ഇത് കിട്ടുള്ളൂ. ഇതിൻ്റെ പ്രത്യേകതയാണ് നമ്മളിതിൽ കോൾഡായിട്ടുള്ള ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള
ബട്ടർ വെക്കാമെന്നുള്ളൂ. അപ്പോൾ ഈക്വൽ പോർഷനായിട്ട് കട്ട് ചെയ്യുക. നമുക്കിപ്പോൾ 10 പോർഷനായിട്ടാണല്ലോ ബട്ടർ വേണ്ടത്. അപ്പോൾ 50 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തിട്ട് അതിൽ 5 ഗ്രാംസ് ഓരോ ബണ്ണിനും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അളന്ന് വെക്കാം. അപ്പോൾ ഒരു ക്യൂബ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് 10 ബോൾസിലും നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ കാട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് റോൾ ചെയ്യണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് കൈ കൊണ്ട് പരത്തിനെങ്കിൽ അങ്ങനെ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് റോൾ ചെയ്ത് കാണിച്ചെന്നുള്ളൂ. ജസ്റ്റ് വല്ലാണ്ട് തിന്നാക്കരുത് കേട്ടോ. ഒന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ നടക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 1.5 to 2 hours കേട്ടോ നമുക്കിതൊന്ന് പൊന്താൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ക്ലിപ്പിലും വെച്ച് മൂടിയിട്ട് പൊന്താൻ വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിനുള്ള ടോപ്പിംഗ് റെഡിയാക്കാം കേട്ടോ. ടോപ്പിങ്ങിന് ആദ്യമായിട്ട് തന്നെ നമുക്ക് കോഫിയാണ് ഉണ്ടാക്കുന്നത്. കോഫിക്കായിട്ട് ഞാൻ പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കോഫി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സോഫ്റ്റൻ ചെയ്ത ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ബട്ടർ സോഫ്റ്റൻ ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഷുഗറാണ് കേട്ടോ. അപ്പോൾ ഷുഗർ നിങ്ങൾക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ക്രീമി ഒരു ടെക്സ്ചർ വരുന്ന വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ, അതായത് കോഫിയുടെ ആ മിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുട്ട ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ടോപ്പിങ് നമ്മൾ വല്ലാണ്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിനി ഇതിലേക്ക് കോഫിയുടെ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് മിക്സായി വന്ന ശേഷം വേണം നമ്മളിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബീറ്റ് ചെയ്ത് ഇതിൻ്റെ കളറ് നന്നായിട്ട് മാറും, ഒരു ലൈറ്റ് കളറിലേക്ക് ആവും ലാസ്റ്റ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളിത്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് ബീറ്റായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു ലൈറ്റ് കളറിലേക്കായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ. മുട്ട ആഡ് ചെയ്ത ശേഷം നമ്മൾ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ബീറ്റ് ചെയ്യരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇനി ബണ്ണിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ശേഷം നമ്മളതൊന്ന് ബേക്ക് ചെയ്യാനും വെക്കും. ബേക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രിസ്പി ആയിട്ടാണ് വേണ്ടത്, അല്ലാണ്ട് സ്പോഞ്ചി ആയിട്ടല്ല മുകൾ ഭാഗം വേണ്ടത്. മുകളിൽ ക്രിസ്പിയും ബണ്ണ് സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റ് ചെയ്യരുത്, കേക്കിന് വേണ്ട അത്ര ഒന്ന് ബീറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കട്ടിയില്ലാണ്ട് തന്നെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് സ്പാറ്റിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നുള്ളൂ, ബീറ്ററോ ഒന്നും യൂസ് ചെയ്യണില്ല. ജസ്റ്റ് ഒന്ന് സ്പാറ്റിൽ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മളിട്ട മൈദ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് മിക്സായി വന്ന ശേഷം നമുക്ക് ബാക്കി മൈദയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ക്രീമി ടെക്സ്ചർ ആവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് നമുക്ക് ബീറ്ററോ ഒന്നും യൂസ് ചെയ്യേണ്ട, ഒരു സ്പൂണോ ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മൈദ ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിംഗ് നിങ്ങൾ ജസ്റ്റ് ഒരു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബണ്ണ് നമുക്ക് 1.5 to 2 hours എടുക്കുമെന്ന് പൊന്തി വരാമെന്ന്. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട്, അതായത് അതൊന്ന് ബണ്ണ് പൊന്തി വരണം എന്ന് കാണുന്ന ടൈമിൽ മാത്രം നിങ്ങളൊന്ന് ടോപ്പിംഗ് റെഡിയാക്കി, അതായത് ഒരു 1.5 hour ആകുമ്പോൾ ടോപ്പിംഗ് റെഡിയാക്കി എടുത്താൽ ടോപ്പിംഗ് ഉണ്ടാക്കാൻ അധികം ടൈമൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ ടോപ്പിംഗ് റെഡിയാക്കിയാൽ മതി. ഇപ്പോൾ ഇത് നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം. എന്നിട്ട് ഇനി നമുക്കിത് ബണ്ണിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കിത് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് തന്നെ വേണമെന്നില്ല, ഒരു സിബ്ബർ ബാഗ് വല്ലതും എടുത്തിട്ട് അതിൽ ആക്കിയിട്ട് ഇത് ചെയ്താലും മതി, ഒന്ന് കട്ട് ചെയ്തിട്ട് വരച്ച് വന്നു. ഇപ്പോൾ നമ്മുടെ ബണ്ണ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ടോപ്പിംഗ് ഒന്ന് പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ച ശേഷം ഒന്ന് മുകളിലായിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2/3 ആയിട്ട് നമ്മൾ പോർഷൻ നമ്മൾ ബണ്ണിന് കവർ ചെയ്തിട്ടുണ്ടാവണം ഈ ടോപ്പിംഗ് വെച്ച്. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് മെൽട്ടായി വരും ബേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫുള്ള് ഇതേപോലെ ബണ്ണ് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു 2/3 പോർഷനോളം നമ്മളിത് വെച്ച് കവർ ചെയ്യുക. ഓവറാവല്ലോ കേട്ടോ. ഓവറായി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽക്കൊക്കെ മെൽട്ടായിട്ട് ആ ഒരു കറക്റ്റ് ഭംഗി നമുക്ക് കിട്ടില്ല. നിങ്ങൾ കറക്റ്റ് 2/3 പോർഷൻ വരെ മാത്രം വരച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാ ബൺസും ഓൾമോസ്റ്റ് അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം.
അപ്പോൾ ഇത് ബേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇതൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വേണം നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കാൻ. എന്നിട്ട് നമ്മളിതൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ 20 to 25 മിനിറ്റ്സിനുള്ളിൽ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ 20 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് നോക്കാം കേട്ടോ. അപ്പോൾ ഓരോ ഓവനനുസരിച്ചിരിക്കും ബേക്കിംഗ് ടൈം കുറച്ച് വ്യത്യാസമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 20 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നോക്കി തുടങ്ങും. ഇപ്പോൾ കണ്ടില്ല, അത് മെൽട്ടായി വരുന്ന ആ കോഫിയുടെ ആ ഒരു ടോപ്പിംഗ് മെൽട്ടായി ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ഒരു മണം ഇപ്പോൾ തന്നെ വരാൻ തുടങ്ങും. നമുക്ക് ആ ബേക്കായി വരുമ്പോൾ കിട്ടുന്ന പ്രത്യേക മണം. അപ്പോൾ നമ്മുടെ ബൺസ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബണ്ണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ചൂടോടുകൂടി വേണം ഈ ബണ്ണ് കഴിക്കാൻ. അപ്പോൾ ചൂടോടുകൂടി ഈ ബണ്ണ് കഴിക്കണം നമ്മൾ. അതും പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ടെക്സ്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഉള്ളിൽ നമ്മൾ കാണുന്ന ആ ഒരു ഹോളില്ലേ, അത് നമ്മൾ ബട്ടർ വെച്ചിട്ടുള്ള ഹോളാണ്. അത് മെൽട്ടായിട്ടുണ്ട് നന്നായിട്ട്. അതിൻ്റെ ഒപ്പം നമുക്കൊരു ക്രീമി കോഫിയും കൂടി കുടിക്കാമല്ലേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ബണ്ണിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു ബണ്ണൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ചൂടോടുകൂടി തന്നെ വേണം നിങ്ങളിത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം യൂസ് ചെയ്യാൻ. പാല് ചെറിയ ചൂട് പാലും വേണം കേട്ടോ യൂസ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഞാൻ വീഡിയോയിൽ ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.